വേടൻ എന്ന് പറയുന്ന മ്യൂസീഷ്യൻ, എനിക്ക് അയാളെ അറിയില്ല, എനിക്ക് പേഴ്സണലി അയാളെ അറിയില്ല. 8 പേരുമായിട്ടാണ് അയാൾ അവിടെ ഉണ്ടായിരുന്നത്. അതിന് മുമ്പുള്ള ഫംഗ്ഷൻസിൽ പോലും അയാൾ വളരെ ആത്മാർത്ഥമായിട്ട് മക്കളെ നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. കഴിഞ്ഞ ഇതിലും ഞാൻ കണ്ടു എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ആ തെറ്റെന്താണ്? അയാൾ അവിടെ പോയതാണോ? അതിൽ ഇനി ആ 8 പേരിൽ വേറെ ആരെങ്കിലും ആണോ ഉപയോഗിച്ചത്? ഇന്ന സിനിമയുടെ ഡയറക്ടർ കോട്ട് വിത്ത് ഡ്രഗ്സ് or caught with illegal substance. What is that illegal substance? പറഞ്ഞു പോകുന്ന ന്യൂസിൽ ഉണ്ടാവില്ല. 1 ഗ്രാമോ 1 ഗ്രാം, എനിക്ക് അത്ര അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ ഇതുപോലും അറിയില്ല. എന്തോ ആ ഗ്രാം ഏതോ നമ്മുടെ ഒരു ഡയറക്ടറിൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു. അതിനെ ആഘോഷിക്കുക, അതിനെ സോഷ്യൽ മീഡിയ ആഘോഷിച്ച് ഒരു ആക്ടറിനെയോ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരാളെ കുറിച്ച് ഒരു നെഗറ്റീവ് ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതെ എന്നാ പിന്നെ ഇതൊന്ന് ആഘോഷിച്ചേക്കാം. അങ്ങനത്തെ മെന്റാലിറ്റി ഉള്ളവരുണ്ട്. ലഹരി എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടുള്ള എന്തും തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തും തെറ്റാണ്. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒരു കടന്നുകയറ്റം. യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലിക്കർ സ്കേസിറ്റിയാണ്. 20-year-old 21-year-old മദ്യപിക്കരുതെന്നോ പറയാനായിട്ടുള്ള റൈറ്റ് ഇല്ല, അവകാശമില്ല. കാരണം അത് ലീഗലി അലൗഡാണ്. പക്ഷെ അവർക്ക് പോയി ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൾച്ചർ ഇവിടെ ഇല്ല. ഒരുമാതിരി ജയിലിൽ കയറുന്ന പോലെ മറ്റേ കമ്പിയൊക്കെ ഇട്ടിട്ട് അതിലേക്കൂടെ, അതായത് അവിടെ പോയി നിൽക്കുന്ന കുറച്ചിലാണ് അല്ലേ. ബാംഗ്ലൂരിലൊക്കെ നമ്മൾ ലിക്കർ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റോഴ്സ് ഒക്കെ കാണാം. സൂപ്പർ മാർക്കറ്റ്. എൻ്റെ ലൈഫിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പം എന്നെ കുറിച്ചുള്ള കഥകൾ വന്നിരുന്നു. എൻ്റെ അച്ഛൻ ഒരു മില്യനെയറായിരുന്നു. ഞാൻ ലോയോള കോളേജിൽ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഞാൻ ലോയോള കോളേജിന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും അതിനെ ഏറ്റെടുത്ത് എത്രയോ പേര് എന്നെ ലോയോള കോളേജ്, ഇപ്പൊ എന്റെ വിക്കിപീഡിയ ഞാൻ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ലോയോള കോളേജ് പഠിച്ചിട്ടില്ലെന്ന്. ആഫ്റ്റർ ദാറ്റ് ഐ വെന്റ് ടു ദുബായ്. ഏതോ ഷെയ്ക്കിനെയൊക്കെ പറ്റിച്ചിട്ട് കുറെ മില്യൺസ് ഉണ്ടാക്കി. ആ പൈസയുമായിട്ട് ഞാൻ ഇവിടെ വന്നു. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നു എന്ന് പറയാം. സോ വെൽക്കമിങ് വിജയ് ബാബു. ഹലോ. നമുക്ക് ചോദിച്ചു പോവാം ഒരു മയത്തിലൊക്കെ. ഇപ്പൊ അതാ നല്ലതല്ലേ, ചോദിക്കാൻ ഒരുപാടുണ്ടെന്നുള്ളത് അറിയാം, പറയാനൊന്നുമില്ല. ഇപ്പൊ തൽക്കാലം അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അല്ലേ. ആക്ച്വലി ഇപ്പം സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് വേറൊരു രീതിയിലാണ്, ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വി ആസ് ഫിലിം മേക്കേഴ്സ് ഓർ ആക്ടേഴ്സ് ഭയങ്കര കോഷ്യസ് ആണ്. ബിക്കോസ് സോഷ്യൽ മീഡിയ നമ്മൾ പറയുന്നതായിരിക്കില്ല. നമ്മൾ പറയുന്ന ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ നമ്മൾ സംസാരിക്കും. എല്ലാവരും ഇൻ്റർവ്യൂ കാണണമെന്നില്ല. ഇതിലെ ഒരു സെന്റൻസ്, അതിൽ ഒരു വാക്ക് മാറ്റുമ്പോൾ അതിൻ്റെ അർത്ഥം വേറെയാവും അല്ലേ. നമ്മൾ പറഞ്ഞതായിരിക്കില്ല. എന്നിട്ട് അതിനെ ഒരു വെച്ചിട്ട് അതിന്റെ അടിയിൽ കമന്റ് വരും. ആ കമന്റിനെ എടുത്ത് അത് പിന്നെ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ അവസാനം. പക്ഷെ ഈ ജിഞ്ചർ മീഡിയയും ശംഭുവുമായിട്ടുള്ള ഇന്റർവ്യൂ കണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കില്ല പിന്നെ അത് ടേക്കപ്പ് ചെയ്തിട്ട് വേറൊരു രീതിയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ അവിടെ എല്ലാം കൊണ്ടുപോയി ഇന്റർവ്യൂ പോസ്റ്റ് ചെയ്യണം. ഫുൾ ലിങ്ക് കാണും. ഞാൻ പറഞ്ഞത് അതല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഇത് മുഴുവൻ കാണും അല്ലേ. നമ്മൾ പറഞ്ഞതിൽ നിന്നും ഒരു വാക്ക് മാറിപ്പോയാൽ അതിന്റെ അർത്ഥം തന്നെ മാറും. ഒരാൾ അതിൽ നിന്ന് എടുത്ത് അതിനെ ഓക്കെ ഇവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അതിൽ നിന്ന് അയാൾ ഒരു വാക്കും കൂടെ മാറ്റും, അത് വേറൊരു സ്ക്രീൻഷോട്ട് ആയിട്ട്. അങ്ങനെ വെറുതെ എന്തിനാണ് പണി മേടിക്കണം എന്നുള്ളതല്ലേ. നമ്മളിപ്പോ ഈ ഇന്റർവ്യൂ നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ ചില വ്യൂസ് അബൌട്ട് സർട്ടൻ തിങ്, നമ്മുടെ സിനിമയെ കുറിച്ച് പറയാനും. അതൊരു അങ്ങനെ 10 പേര് സിനിമയെ കുറിച്ച് അറിഞ്ഞാൽ ആ സിനിമ കാണണ്ടെന്നുള്ളതാണ്. പക്ഷെ അതൊരു ദോഷമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് മോസ്റ്റ് ഓഫ് us are staying away. വിപത്തായിട്ട് വരരുതല്ലോ അല്ലേ. പിന്നെ ഈ പറഞ്ഞ കാര്യം ശരിയല്ലേ. ഇപ്പൊ നമ്മള് എല്ലാവരും ഇപ്പൊ പറയുന്നതും കാര്യങ്ങളൊക്കെ അവരുടെ വേർഡ്സ് വരെ ഭയങ്കര കോൺഷ്യസ് ആയി തുടങ്ങി എന്നുള്ളൊരു സംഭവം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അക്രോസ് ഇന്ത്യ അല്ലെങ്കിൽ അക്രോസ് ദി വേൾഡ്, എനിക്ക് തോന്നുന്നു ഇത്രയും പീക്കിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ബിക്കോസ് ഐ ട്രാവൽ എവറിവെയർ. ഫോർ വർക്ക്സ് ഇൻ ബോംബെയിലുണ്ട്. നോബഡി ഈസ് ബോതേർഡ് അല്ലേ. സോഷ്യൽ മീഡിയയിൽ പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗോസിപ്സ് അതൊക്കെ വരാം. പക്ഷെ നോബഡി ഈസ് ടേക്കിംഗ് ഇറ്റ് അപ്പ് ആൻഡ് അതിനെ ഒരാളെ റോങ് രീതിയിലിട്ട് അതിനെ
ഒരാളെ ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അതെ. അതിനെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് സീൻ ദിസ് എനിവേർ. നോട്ട് സീൻ ദിസ് എനിവേർ. കേരളത്തിൽ അതിൻ്റെ ഒരു ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതലാണ്. പ്രോബബ്ലി ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് കൾച്ചർ എന്ന് പറയുന്നത്, ഇവിടെ ഒരു പബ് കൾച്ചർ ഇല്ല, ഇവിടെ ഒരു മ്യൂസിക് കൾച്ചർ ഇല്ല. ഇവിടെ സാറ്റർഡേ ഇവിടെ ദാറ്റ്സ് ദ റീസൺ വൈ പ്രോബബ്ലി ആ ഒരു റീസൺ ആയിരിക്കാം സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഹോമിൽ വേറെ റൂട്ട്സ് ഇല്ല. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ സിനിമ, ഗോയിങ് ഔട്ട് ടു എ റെസ്റ്റോറൻറ്റ് ആൻഡ് ഹാവിങ് ഫുഡ്, സിനിമ ആൻഡ് സോഷ്യൽ മീഡിയ. വേറൊരു അവന്യൂ പറഞ്ഞ് ഒരു ഒരു യങ് അല്ലെങ്കിൽ ഒരു 18-19-year-old 20-year-oldന്റെ വേറൊരു അവന്യൂ to go and spend time quality time somewhere എന്ന് പറയാനായിട്ടുള്ള ഒരു ഹാങ് ഔട്ട് പ്ലേസസ് സിറ്റീസിൽ. ഇപ്പോൾ കൊച്ചിയിൽ കുറച്ചൊക്കെ ഹാങ് ഔട്ട് പ്ലേസസ് ഉണ്ടാവാം അല്ലേ, അല്ലെങ്കിൽ നമ്മളൊരു അതർ ടൗൺസിൽ അല്ലെങ്കിൽ മെട്രോസ് കഴിഞ്ഞിട്ടുള്ള ടൗൺസിലൊക്കെ പോകണം. ഹാങ് ഔട്ട് കൾച്ചർ മാക്സിമം പോയി ഒരു ചായ കുടിക്കാം അല്ലേ, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊരു ഹാങ് ഔട്ട് കൾച്ചർ ഉണ്ടോ എന്ന് സംശയമുണ്ട്. അതെ, ഇപ്പോൾ ബാംഗ്ലൂർ വേറെ എവിടെയും ചെന്നൈയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ യെസ്, അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ആൾക്കാർക്ക് അതിലേക്ക് ശ്രദ്ധകൾ പല രീതിയിലോട്ടുള്ള ബ്രാഞ്ചസ് ആണ്. പ്രോബ്ലം അതിൻ്റെ ഇപ്പം ഇവിടെ സോഷ്യൽ മീഡിയ സ്റ്റാർസ് ഉണ്ടാവുന്നതിൻ്റെ റീസണും അതായിരിക്കും. ചിലവർ അതിനെ പോസിറ്റീവായിട്ട് എടുത്ത്, ഞാനിപ്പോൾ വാഴ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. സോറി, ഞാൻ ഡൈവേർട്ട് ചെയ്ത് വേറെ പോകുന്നത്. ഇതിൽ ചാറ്റ് തന്നെയല്ലേ. ഹാഷിറിനെ എനിക്ക് വാഴ 1 ഇറങ്ങുന്നതിന് മുമ്പ് അറിയില്ല അല്ലേ. അപ്പോൾ ഹാഷിറിൻ്റെ ഒരു ഫാൻ ഫോളോയിങ്ങും കാര്യങ്ങളും. അപ്പം ദർ ഇസ് എ പാരലൽ വേൾഡ്. അവിടുത്തെ സൂപ്പർ സ്റ്റാർസ്, അവിടുത്തെ ദോ ഇറ്റ് ഇസ് ഇൻ ദ സ്കോപ്പ്. സിനിമ എന്ന് പറയുമ്പോൾ അതൊരു മാസ് മീഡിയമാണ്, വേറെ തലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭാഷകളിലേക്കും ഒക്കെ അറിയപ്പെടുന്നു. ബട്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അകത്ത് മാത്രം നിൽക്കുന്ന വേൾഡ് വൈഡ്, അവിടെയും സൂപ്പർ സ്റ്റാർസ് അല്ലേ. അപ്പോൾ അത് സോഷ്യൽ മീഡിയനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്ത് അതിൽ നിന്നും അവര് സക്സസ്ഫുൾ ആയ ഒരു ജനറേഷനും ഇവിടെ ഉണ്ട് എന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നവരും ഉണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും. പക്ഷെ അത് പലർക്കും ചിലപ്പം ചിലരെ അറിയത്തില്ലായിരിക്കും ആൾക്കാർ ഈ പറയുന്ന. ബട്ട് ഇതിനെ ഇപ്പൊ ഞാൻ ഹോം എന്ന് പറഞ്ഞ സിനിമ, ഇതിനെ ഇത് കണ്ട് ഡിപ്രഷനിൽ പോകുന്നവരുണ്ട്. കാരണം ഞാൻ പറഞ്ഞ അതേ ഡയലോഗാണ്. അതായത് നമ്മൾ എവിടെയും ഒന്നും ആയില്ലല്ലോ. അതായത് ഓരോ ദിവസവും കാണുന്നു, സക്സസ് വീഡിയോസ് കാണുന്നു, ഫ്രസ്ട്രേഷൻ. അപ്പം ഒരു ജനറൽ ടെൻഡൻസിയാണ്. ഇപ്പം പണ്ട് പറയുമ്പോൾ ശ്രീശാന്ത് ബൗൾ ചെയ്യുമ്പോൾ ഇവനെ ഒന്ന് 6 അടിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന മലയാളികളുണ്ട്. ബിക്കോസ് ഞാൻ ആ ഏജിൽ ഞാൻ എവിടെ എത്തിയില്ലല്ലോ, അത് ആ ഫ്രസ്ട്രേഷൻ കൊണ്ട് നടക്കുന്നവരും. അപ്പോഴാണ് ഒരു ആക്ടറിനെയോ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരാളെ കുറിച്ച് ഒരു നെഗറ്റീവ് ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതെ എന്നാ പിന്നെ ഇതൊന്ന് ആഘോഷിച്ചേക്കാം, അങ്ങനത്തെ മെന്റാലിറ്റി ഉള്ളവരുണ്ട്. അതിനെ എന്നാ ഇതിന്റെ റിയാലിറ്റി എന്തായിരിക്കും എന്ന് ചെക്ക് ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന്റെ ഒരു റിയാലിറ്റി എന്താണ്. അതിന് പല വേർഷൻസ് ഉണ്ടാകും. ഏത് ഇൻസിഡന്റിനും അറ്റ്ലീസ്റ്റ് 4 വേർഷൻ ഉണ്ടാവാം അല്ലെ, എങ്ങനെ പോയാലും. ആ വേർഷൻസ് ഒന്നും നമ്മൾ കേൾക്കണം. നമ്മളൊരു ഫസ്റ്റ് പ്രൈമറി ഫേസ് ഒരു വേർഷൻ കേൾക്കുന്നു, ആ വേർഷൻ നമ്മൾ അതിനെ ഫിക്സ്ഡേറ്റഡ് ആവുന്നു, എന്നിട്ട് അതിനൊരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ തന്നെ അതിനൊരു വിധി നിർണ്ണയിക്കുന്നു. ഏതാണോ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത് ആ വിധി നിർണയത്തിന് ശേഷം പിന്നെ വരുന്ന വിധികൾക്കൊന്നും പ്രസക്തി ഇല്ല, ഒരു മൂല്യമില്ല. കാരണം ഫസ്റ്റ് ഇങ്ങനെ വന്നല്ലോ, വിധിച്ചു കഴിഞ്ഞല്ലോ. തീർച്ചയായിട്ടും പിന്നെ വരുന്ന അതിന്റെ ജെന്യുവിൻ ആയിട്ടുള്ള കോടതി വിധിക്കോ അല്ലെങ്കിൽ അതിന്റെ ജെന്യുവിൻ ആയിട്ടുള്ള റീസണിനോ ഐ ഓൾറെഡി അതിന്റെ നമ്മൾ നിർണയം കഴിഞ്ഞു. പക്ഷെ അല്ല, അത് ഗോത്രൂ ചെയ്യുന്ന ഭയങ്കര അധികം ഒരു ഭയങ്കര ട്രോമ. ഐ മീൻ അത് ഗോത്രൂ ചെയ്തവർക്ക് ആ ട്രോമ മനസ്സിലാവും. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ കോൺഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന കുറച്ചും കൂടെ ഒന്ന് വിവേകത്തോടു കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ആ സമയം അതിക്രമിച്ചിരിക്കുന്നു. ദിസ് ഈസ് ഗോൺ ടു ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് എമംഗ് യങ്സ്റ്റേഴ്സ്. ഐ മീൻ എല്ലാവർക്കും പേടിയാണ്, ഭയമാണ് സോഷ്യൽ മീഡിയ. പക്ഷെ ഇതിനെ ഇങ്ങനെ ടേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ വിരളമാണ്. എങ്കിൽ കൂടിയും ഇപ്പം ഈ പറയുന്ന ഒരു അപ്സ് ആൻഡ് ഡൗൺസ് വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന പലരും പല രീതിയിലാണ്. റൈറ്റ്. സോ വിജയുടെ ഒരു മൈൻഡിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഐ ഡോണ്ട് കെയർ. നമ്മുടെ അതേ പറഞ്ഞ ഐ ഗോ ബൈ മൈ കോൺഷ്യൻസ്. അല്ലേ, ഞാൻ പറയണ ഞാൻ ഇതിന് എൻ്റെ ലൈഫിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുള്ളതാണ്. ഐ മീൻ
ഐ എം നോട്ട് ഇപ്പം എൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പം എന്നെക്കുറിച്ചുള്ള കഥകൾ വന്നിരുന്നു. ഞാനത് വായിച്ചിട്ട് അത് ആദ്യം തന്നെ ഒരു ഭയങ്കര ഒരു വലിയൊരു ടാബ്ലോയിഡ്, ഐ മീൻ യെല്ലോ ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പല ടാബ്ലോയിഡ്സ് ഉണ്ട്. അപ്പോൾ ആ ടാബ്ലോയിഡ്സിൽ അവർ ഒരു കഥ എഴുതുകയാണ്. ഐ എം ബോൺ വിത്ത് എ ഗോൾഡൻ സ്പൂൺ. എൻ്റെ അച്ഛൻ ഒരു മില്യനെയർ ആയിരുന്നു. ഓക്കെ, ഞാൻ ലോയോള കോളേജിൽ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഞാൻ ലോയോള കോളേജ് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലില്ല. അതിനെ ഏറ്റെടുത്ത് എത്രയോ പേര് എന്നെ ലോയോള കോളേജ്, ഇപ്പം എൻ്റെ വിക്കിപീഡിയ ഞാൻ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ലോയോള കോളേജ് പഠിച്ചിട്ടില്ലെന്ന് ഞാൻ വിക്കിപീഡിയയിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കണം. അതിനെക്കുറിച്ച് ന്യൂസ് വരില്ലല്ലോ, ന്യൂസാണല്ലോ വിക്കിയിൽ വരുന്നത്. അപ്പം മൈ കോളേജ് മേറ്റ്സ് സെയിങ് എടേ മച്ചാ നീ എപ്പോഴാ ലോയോള കോളേജിൽ പോന്നെ. അപ്പം ഐ ഹാവ് നോട്ട് ഗോൺ. ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ അപ്പൊ അങ്ങനെ കഥകൾ, അതായത് ഗോൾഡൻ സ്പൂൺ, ഫാദർ മില്യനെയർ, ലോയോള കോളേജ്. ആഫ്റ്റർ ദാറ്റ് ഐ വെന്റ് ടു ദുബായ്. ഏതോ ഷെയ്ക്കിനെയൊക്കെ പറ്റിച്ചിട്ട് കുറെ മില്യൺസ് ഉണ്ടാക്കി. ആ പൈസയുമായിട്ട് ഞാൻ ഇവിടെ വന്നു. പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, സിനിമകൾ. പക്ഷേ അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് ആ ന്യൂസ്, ആ ടാബ്ലോയിഡിൽ നിന്നും ന്യൂസ് അത് സ്പ്രെഡായി പല സ്ഥലത്തേക്ക് പോകും. നമ്മൾ തന്നെ ചിലപ്പോൾ ആലോചിക്കും, ഇനിയിപ്പം ഞാൻ ലോയോള കോളേജിലാണോ പഠിച്ചത്? സോ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും വിചാരിക്കും ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ 5000 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്ത് തുടങ്ങി. 5000 രൂപ സാറ്റലൈറ്റ് ചാനലിലോട്ട് നമുക്ക് സാറ്റലൈറ്റ് ചാനൽ. അതിന് മുമ്പ് സെയിൽസ് എക്സിക്യൂട്ടീവ്. ഐ വാസ് എ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇൻ എ ടെലിവിഷൻ ചാനൽ. അല്ലേ? അപ്പോൾ അത് ബോംബെയിൽ ഞാൻ ട്രെയിൻ കയറി ഇറങ്ങി. അന്ന് എനിക്ക് 5000 രൂപയാണ് ശമ്പളം. 5000 രൂപ കൊണ്ട് ബോംബെയിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെയൊക്കെ ജീവിച്ച്, അപ്പം മൈ ഫാദർ എനിക്ക് എൻ്റെ ഓർമ്മയുള്ള കാലം മുതൽ എൻ്റെ ഫാദർ ഡിപ്രഷനിലാണ്. മീൻ എന്ന് വെച്ചാൽ ബിസിനസ്സുകളൊന്നും വിചാരിക്കാതെ പോയിട്ട് എനിക്ക് 10ാം സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ അച്ഛൻ വിഷമിച്ച് ഒന്നുമില്ലായ്മയിൽ ഇരിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം അവിടെ നിന്ന് യു ഹാവ് ടു വർക്ക് ഹാർഡ്, ദർ വോണ്ട് ബി എനി സപ്പോർട്ട് ഫ്രം ഐ മീൻ ഹീസ് നോട്ട് എ ബാഡ് മാൻ, ഹീസ് എ ഗ്രേറ്റ് മാൻ. ബട്ട് സിറ്റുവേഷൻ, പുള്ളി ചെയ്ത ബിസിനസ് പൊളിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് 15 വയസ്സുള്ള ഞാൻ എൽഡർ സണ്ണാണ്. അപ്പം നമ്മൾ അത് കണ്ട് ജോലിക്ക് പോയി ഘട്ടമായിട്ട് വളർന്ന് അപ്പം അപ്സ് ആൻഡ് ഡൗൺസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ജോലി നമുക്ക് ഭയങ്കരമായ ടെൻഷൻ തരാം. അപ്പം ജോലി വിടണം എന്നുള്ള ആഗ്രഹം വരാം. പക്ഷെ വിടാൻ പറ്റില്ല, കാരണം ആ ജോലി പോയാൽ വേറൊരു ജോലി വേണം. അപ്പം അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ വരാം. അപ്പം ആ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ കടമടക്കുന്നു. ഞാൻ ദുബായിൽ പോയിട്ടുണ്ട്. ആ സ്റ്റോറീസൊക്കെ ഞാൻ പറഞ്ഞില്ല. ദുബായിൽ പോകുന്നത് സോ ദിസ് ഇസ് നോട്ട് ഇനഫ്. കാരണം എനിക്ക് 15, ഐ എം വെരി യങ്, മേ ബി 24-25 ഞാൻ ദുബായിക്ക് പോകുന്നത്. ആൻഡ് ഐ എം ഡൂയിങ് എക്സ്ട്രീംലി വെൽ പ്രൊഫഷണലി ഇൻ സ്റ്റാർ TV ബോംബെ. ബട്ട് ആ വരുമാനം കൊണ്ട് എനിക്ക് വീട്ടിൽ പൈസ അയച്ചു കൊടുക്കാൻ പറ്റണില്ല. ഐ ഹാവ് ടു സെൻഡ് സം മണി ബാക്ക് ഹോം ഓൾസോ. അപ്പോൾ അതുകൊണ്ട് വിട്ടിട്ട് ദുബായിൽ പോകുന്നു. അവിടെയും ബാഗും തൂക്കി നടന്നിട്ടുണ്ട്. ഒരു മാഗസൈനിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ജോലി ഇല്ലാതെ 2 മാസം ദുബായിൽ അലഞ്ഞു തിരിയാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ബസ്സിലൊക്കെ കയറി, അവിടുത്തെ ബസ് എന്നൊക്കെ പറഞ്ഞാൽ AC ഒന്നും ഉണ്ടാവില്ല ചിലപ്പോഴല്ല, ഇല്ല. അപ്പോൾ അതിലൊക്കെ കയറി ഷാർജയിലാണ് അപ്പോൾ താമസിക്കുന്നത്. അവിടെ നിന്ന് മീഡിയ സിറ്റി വരെയൊക്കെ പോയി അവിടെയൊക്കെ ഓരോ ഓഫീസിലും പോയി അപ്ലൈ ചെയ്ത് അവസാനം ഒരു ബ്രേക്ക് കിട്ടുന്നു. ആ ബ്രേക്കിൽ നിന്ന് പിടിച്ച് നമ്മൾ പതുക്കെ ഒരു മീഡിയ സ്ഥാപനം തുടങ്ങുന്നു. അവിടെ നിന്ന് വി ഡു വെൽ, വി മേക്ക് സം മണി, വി ഡു. അവിടെ നമുക്ക് ഡിസാസ്റ്റർ ഉണ്ടാവുന്നു. എഗെയിൻ എ ഡൗൺഫോൾ. വൺ ഓഫ് ദ മേജർ തിങ്സ് ഐ പ്ലാൻഡ് ബ്രോക്ക്. യു ലൂസ് എവറിത്തിങ്. നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡർ പോലെയാണ്. നമ്മളിങ്ങനെ മേളിൽ എത്തിന്ന് തോന്നുമ്പോൾ ഒരു പാമ്പ് വീഴും. പിന്നെ നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. അപ്പൊ ഇതും അപ്പോഴും നമുക്ക് ചിലപ്പോൾ ഫ്രണ്ട്സ് നഷ്ടപ്പെടാം അല്ലേ? നമുക്ക് നമ്മുടെ കൂടെ നമ്മുടെ സക്സസിൽ നിൽക്കുന്ന എല്ലാവരും നമ്മുടെ കൂടെ ഫെയിലിയർ നിൽക്കണമെന്നില്ല, ഇല്ലേ? അവൻ വീണുട്ടോ എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരുണ്ട്. സോ ഫ്രം ദ എക്സ്പീരിയൻസ് വി റിയലൈസ് ഫിൽട്ടർ ചെയ്യാൻ പറ്റി. നമുക്ക് ഫിൽട്ടർ ചെയ്യാന്നല്ല, ഫിൽട്ടർ ചെയ്യുകയും പിന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് സെയിൽസിലായിരുന്നോണ്ട് വെൻ വി മീറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ, നമുക്ക് നമ്മൾ ഒരു സാധനം വിൽക്കാൻ പോകുമ്പോൾ, ഇപ്പോൾ ശംഭുവിൻ്റെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ ശംഭു ഇതിൽ സോൾഡ് ആവുമോ ഇല്ലയോ എന്നുള്ളത്
നമുക്കൊരു 10 മിനിറ്റ് കോൺവെർസേഷനിൽ തന്നെ നമുക്ക് പറ്റും. ജഡ്ജും ഒരു 15 വർഷം സെയിൽസിൽ നിന്നാൽ മതി. ചിലവരെ പിടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ശംഭുവിനെ എനിക്ക് പിടിക്കാൻ പറ്റുമെന്നില്ല കേട്ടോ. പീപ്പിൾ ഓൾസോ. അപ്പോൾ നമുക്ക് കിട്ടും ഒരു 90%. അപ്പൊ അതേപോലെ തന്നെ നമുക്കൊരു ഫെയിലിയർ വരുമ്പോൾ ഇന്ന ആള് നമ്മുടെ കൂടെ നിൽക്കുമോ എന്ന് നമുക്ക് കുറച്ച് നാളത്തെ കോൺവെർസേഷനിൽ തന്നെ അസസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് പോകുമ്പോൾ നമുക്ക് വിഷമമില്ല. ഞാൻ നേരത്തെ വിചാരിച്ചത് തന്നെയല്ലേ. പക്ഷേ നമ്മൾ വിചാരിക്കാത്ത ഒരു കോർണറിൽ നിന്നും നമുക്കൊരു ഇത് വരുമ്പോ ചെറിയൊരു ഐ മീൻ വേർ ഡിഡ് ഐ ഗോ റോങ് എന്നുള്ള ഒരു സാധനം വരും. തീർച്ചയായും വരും. സോ ലൈക്ക് യു ആസ്ക് മീ, സോ ഈ അപ്സ് ആൻഡ് ഡൗൺസ്. ഇപ്പം ഞാൻ ബോംബെയിൽ ജോലി വിട്ട് ദുബായിൽ പോയി ജോലി ഇല്ലാതിരിക്കുമ്പോൾ അതെന്റെ ഡൗൺ ആണ്. അവിടെ നിന്ന് ദുബായിൽ കയറി വരുന്നു. അവിടെ ലോട്ട് ഓഫ് ഡൗൺഫോൾസ് ഉണ്ടായിട്ടുണ്ട് ബിസിനസ്സിൽ. ഇപ്പം ഒരു അൺനോൺ കൺട്രി, അൺനോൺ പീപ്പിൾ, ഈ സ്ട്രഗിൾ. അവിടെ നിന്ന് ബിഗ്ഗസ്റ്റ് ഫെയിലിയർ ഉണ്ടാവുന്നുണ്ട്. ആ ബിഗ്ഗസ്റ്റ് ഫെയിലിയർ ഇട്ട് സീറോയിലാണ് ഞാൻ എൻ്റെ ഇന്ത്യയിലേക്ക് വരുന്നത്. ആഫ്റ്റർ 7 years സീറോ. ഐ മീൻ മറൈൻ ഡ്രൈവിൽ വന്ന് ഞാൻ 2008 ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത്, എനിക്കിവിടെ വണ്ടിയില്ല, ഞാൻ ഒരു സ്കൂട്ടർ വാങ്ങിച്ചു, പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് അവിടുന്ന് വീട്ടിൽ കിടന്ന അമ്മയുടെ ഒരു കാറ്, ഒരു സെക്കൻഡ് ഹാൻഡ്, എനിക്ക് അപ്പം ദുബായിൽ ഡ്രൈവ് ചെയ്ത് ഇവിടെ ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതും ഗിയേർഡ് കാറ്, അത് ചെറിയ കാറ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരാൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് പേടിയാവും. കാരണം നോട്ട് യൂസ് ടു ഡ്രൈവ്, ബട്ട് ഐ കാൻ അഫോർഡ് എ ഡ്രൈവർ. അപ്പം ആ ഡ്രൈവ് ചെയ്ത് പെട്ടെന്ന് വീണ്ടും നമുക്ക് ഒരു ജോലി കിട്ടുന്നു, വീണ്ടും അപ്പാവുന്നു. കുറേ പിരിഞ്ഞു പോരടെ നീ എവിടെ ആയിരുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു. ബിക്കോസ് യു ആർ ഇൻ എ പവർഫുൾ പൊസിഷൻ. അപ്പോഴും നമുക്കറിയാവോ അത് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചു കാലം കഴിയുമ്പോൾ ആ ജോലി പോകുമ്പോൾ ആ നമ്മുടെ ഫോണൊക്കെ നമ്മളൊരു ചാനലിന്റെ ഹെഡായിട്ടിരിക്കുമ്പോൾ ഈ കോർപ്പറേഷനിലെ റിസപ്ഷനിലിരിക്കുന്ന ഫോൺ പോലെ അടിച്ചുകൊണ്ടിരിക്കും പല കാര്യങ്ങൾക്ക്. ചാനൽ സീരിയലിന് വിളിക്കും, സിനിമയ്ക്ക് വിളിക്കും, മറ്റേനെ വിളിക്കും, മറിച്ചതിനെ വിളിക്കും, എല്ലാത്തിനും വിളിക്കും. ആ ജോലി പോയി എന്ന് പറഞ്ഞ് 3-ാം ദിവസം ഈ ഫോൺ അടിക്കത്തില്ല. വല്ലപ്പോഴും ഒന്ന് അടിച്ചാലായി. ബട്ട് വി ആർ യൂസ് ടു ഇറ്റ്. നമുക്കറിയാം ഇനി കുറച്ചാൾ ഫോൺ അടിക്കില്ല. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കുറിച്ച് അറിയാവുന്നവര് അപ്പോഴും വായിക്കും, എടാ ടെൻഷൻ ആവണ്ട, യു ആർ ഓക്കെ, സംതിങ് വിൽ കം അപ്പ്. പിന്നെ അവിടെ നിന്ന് എനിക്ക് 2009 ഒരു അപ്പ് വന്നിട്ടുള്ളത്. ഐ മീൻ ചാനലിന്റെ ഹെഡാണ്. യു ബിക്കം എ വെരി പവർഫുൾ പൊസിഷൻ, ബിക്കം വൈസ് പ്രസിഡന്റ് ഓഫ് ചാനൽ. അത് വീണ്ടും 1 ഞാൻ തുടങ്ങുന്നത്, 0 സ്ക്രാച്ച്. അവിടെ നിന്ന് ആഫ്റ്റർ 5 years യു റിസൈൻ ആൻഡ് യു മേക്ക് എ ഫിലിം. അല്ലേ? ആ മങ്കിപ്പൻ എന്ന് പറയുന്ന സിനിമ ആദ്യം ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ മാക്സിമം ഒരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ബാങ്കിലുണ്ട്. എനിക്ക് ഒരു ചാനലിൽ നിന്ന് പിരിയുമ്പോൾ കിട്ടുന്ന ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ PF ബോണസ് എന്ന് പറയുന്ന എല്ലാം കൂടെ അവിടെ കാണും. ഓക്കെ, ദാറ്റ്സ് എ ബേസിക്. പിന്നെ അന്ന് സാറ്റലൈറ്റ് ചാനൽ ബൂം ഉണ്ടായിരുന്നത് കൊണ്ട് ആ ബൂം കണ്ടിട്ടാണ് എന്നുള്ള ബിസിനസ്മാൻ ഞാൻ സിനിമ ചെയ്യാം, ബാക്ക്വേർഡ്സ് വരാം എന്നുള്ളത്. അതുകൊണ്ട് ആ പടം വർക്കായി, അത് സാറ്റലൈറ്റ് പോകുന്നു, അതിൽ നിന്ന് കുറച്ച് പൈസ വരുന്നു. അതുകൊണ്ട് തന്നെ ഇഫ് യു ലുക്ക് അറ്റ് എ ഫ്രൈഡേ ഫിലിം ഹൗസ് സ്ട്രക്ചർ, ഓരോ സിനിമയായിട്ട് ചെയ്തേ വന്നിട്ടുള്ളൂ. അല്ലാതെ മൾട്ടിപ്പിൾ പ്രോജക്ട്സിന് അഡ്വാൻസ് കൊടുത്തിട്ട് അതിനുള്ള പൈസ നമ്മുടെ ഗ്രോത്ത് 1 by 1. സോ മങ്കിപ്പൻ ചെയ്തു, അത് കഴിഞ്ഞ് അടുത്തത് ഇത് ചെയ്യുന്നു, അങ്ങനെ 1 by 1. 2017 വീണ്ടും അതിനകത്തൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് സ്പ്ലിറ്റ് ഉണ്ടാവും, വീണ്ടും ഒന്നിന്ന് തുടങ്ങുന്നു. അവിടെ നിന്ന് ഇപ്പം എത്തിക്കും. സോ അപ്സ് ആൻഡ് ഡൗൺസ് ഇസ് പാർട്ട് ഓഫ് ലൈഫ്. സോ ദിസ് ഡസന്റ് അഫക്ട് മീ. എന്നാലും certain things affect you. ഒരു കാരണവശാലും ചിന്തിക്കാത്ത ഒരു ഡൗൺ വരുമ്പോൾ ആ ഡൗൺ വരുന്നത് നമ്മളെ അല്ല അഫക്ട് ചെയ്യുന്നത്, നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മൾ സ്നേഹിക്കുന്നവര് അഫക്ട് ചെയ്യപ്പെടുന്ന കാണുമ്പോൾ ഉള്ള ദുഃഖം. നമ്മളൊരു ഒറ്റയാനാണെങ്കിൽ, ഇഫ് ഐ ആം സിംഗിൾ, who cares? ബട്ട് പഴയ നമ്മൾ 10-20 വർഷം മുമ്പ് ഒറ്റയ്ക്കായിരുന്ന ആളല്ല ഇന്ന്. നമുക്ക് കുടുംബമുണ്ട്, മകനുണ്ട്, അമ്മയ്ക്ക് പ്രായമാവുന്നു, ഐ മീൻ sister, brother, all have kids. They have grown. They go to schools, colleges. അപ്പം നമ്മളെ പറ്റി വരുന്ന എന്തെങ്കിലും ഒരു സ്മോൾ തിങ്സ് വരെ അഫക്റ്റ് ചെയ്യുന്നത് അവരെ ആയിരിക്കും. അത് കാണുമ്പോഴാണ് അതർവൈസ് വി ഡോണ്ട് കെയർ, ബിക്കോസ് വി നോ വാട്ട് വി ആർ ആൻഡ് ജസ്റ്റ് ഗോ ഓൺ. അപ്പം അതുകൊണ്ട് കോഷ്യസ് ആവുന്നു. നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇനിയും ഒരു ഡൗൺ വരാതിരിക്കട്ടെ, ടച്ച് വുഡ് എന്ന് പറഞ്ഞ്
ഇനി ഒരു ഇഷ്യൂ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കോഷ്യസ് ആയിട്ട് പോവാം. അത് തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആവും, ക്വിക്ക് ആൻസേഴ്സ്. റെഡി? നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ക്വിക്ക് ആക്കിയാൽ മതി, ഞാൻ ആലോചിച്ചിട്ട് പറയാം. അങ്ങനല്ല, ചോദ്യം ചോദിച്ച് അധികം ഡിലേ ഇല്ലാതെ ആൻസർ പറയാന്ന്. ബിലീഫ് അല്ലേ? ഷൂട്ടിംഗ് സെറ്റില് വൈകി വന്നതിന് കേൾക്കുവാൻ സാധിച്ച കണ്ണ് തള്ളുന്ന ഒരു എക്സ്ക്യൂസ്. ചില ആൾക്കാരുണ്ട് എക്സ്ക്യൂസ് ഒന്ന് തന്നെ ആയിരിക്കും, ആഴ്ച മാറ്റും. പക്ഷെ നമ്മളോട് തന്നെ ഈ എക്സ്ക്യൂസ് മുമ്പ് പറഞ്ഞാൽ അവർ ചിലപ്പോൾ മറന്നു ഇതേ എക്സ്ക്യൂസ്. അപ്പം നമ്മൾ കുറച്ച് ആണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് സെറ്റിലായി കഴിയുമ്പം ഇതേ കഴിഞ്ഞ ആഴ്ച ഇത് തന്നെ തൊട്ട് അതോടെ പറഞ്ഞ കേട്ടോ. അപ്പൊ നമുക്ക് അറിയാമെങ്കിലും ആ മോമെന്റിൽ അവരത് കഴിഞ്ഞ് ക്യാരക്ടർ ആവേണ്ടതാണല്ലോ, അതുകൊണ്ട് നമ്മൾ കംഫർട്ടബിൾ ആക്കി അവരെ വിടും. അത് കഴിഞ്ഞിട്ട് മാറ്റി എടുത്ത് പറയാം. അപ്പം ഒരേ സാധനം തന്നെ ഒരേ ആക്ടർ 2 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതിപ്പോ വെറുതെ പേരെടുത്ത് പറയാം, പേരല്ല, എന്തായിരിക്കും ആ എക്സ്ക്യൂസ് പറഞ്ഞ റീസൺ? അതായത് ഇന്ന സിനിമയുടെ ഡബിങ് ഇന്നലെ രാത്രി 3 മണി വരെ പോയി എന്നുള്ളതാണ് ഇത്. അപ്പൊ അന്ന് നമ്മൾ ചോദിച്ചാൽ ഡബിങ് കഴിഞ്ഞു വന്നു, എല്ലാം തീർന്നു എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെയും ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞു ആ സിനിമയുടെ ഡബിങ് ഒരു 3 മണി വരെ പോയി, അത് കഴിഞ്ഞ് ഉറങ്ങാൻ ലേറ്റ് ആക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് പറഞ്ഞ ഡബിങ് കഴിഞ്ഞിട്ട് ഇനി മാക്സിമം കറക്ഷൻസ് ഉള്ളത് അതെങ്ങനെ 3 മണി വരെ പോകണം പറഞ്ഞായിരുന്നില്ലേ? അങ്ങനെയുള്ള വിരുദ്ധന്മാർ. അപ്പൊ നമുക്ക് നമ്മളോട് പറയുമ്പോ ഈ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ പറയാൻ പറ്റും. ഡബിങ് ഒരു ഭയങ്കര എക്സ്ക്യൂസ് ആണ്. അത് ശരിയാണ്, അത് ഇങ്ങനെ വൈകിപ്പോയെന്ന് പറയാം. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ആ സിനിമ ഇറങ്ങാനുള്ളതല്ലേ, അതുകൊണ്ട് നമ്മളൊന്നും പറയില്ല എന്നുള്ള രീതിയിലാണ് ഈ ഡബിങ് പറയുന്നത്. അപ്പൊ ഓരോരുത്തരുടെ അടുത്ത് പറയാനുള്ള എക്സ്ക്യൂസ് ഓരോന്ന് വെച്ചിട്ടുണ്ട്, നൈസായിട്ട് വെച്ചിട്ടുണ്ട്. ചിലവർ സത്യം പറയും, ചിലവർ നമ്മൾ മാറ്റിയെടുത്തിട്ട് നമുക്ക് മനസ്സിലാവും എവിടെ പെട്ടുപോയതുകൊണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓക്കെ ഉള്ള കാര്യം ഉള്ളതായിട്ട് പറയാം. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, നാളെ തൊട്ട് ഒന്ന് വെറുതെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്താൽ മതി, കേറ് കാര്യം തീരും, അത്രേ ഉള്ളൂ. അവിടെയും ബഹുജനം പലവിധം. ഓക്കെ, ഇത് ഷൂട്ടിംഗ് സെറ്റിലെ മറ്റേ ഇപ്പോഴത്തെ കറണ്ട് വെച്ച് നോക്കും ലഹരി ഉപയോഗം എന്നൊക്കെ പറയാം. അതിനെ പറയാൻ എന്താണ്, ഒറ്റ വാക്കിൽ പറയാൻ എന്താണ്? ഒറ്റ വാക്കിൽ പറയാന്ന് പറഞ്ഞാല് ഇത് നമ്മൾ ഒറ്റ വാക്കിൽ അത് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലഹരി എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടുള്ള എന്തും തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തും തെറ്റാണ്. നമ്മളൊരു കൺട്രിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ലോ അത് പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒരു കടന്നുകയറ്റം കേരളത്തിൽ എന്നും ഇല്ല, ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഇവിടെ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമായിട്ട് ലിങ്ക്ഡാണ്. ഇവിടുത്തെ നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ വേറൊരു എൻ്റർടൈൻമെൻറ്റ് യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലിക്കർ സ്കേസിറ്റിയാണ് അല്ലേ. സ്കേസിറ്റി ഓഫ് ദ മദർ ഓഫ് ഓൾ ഇൻവെൻഷൻസ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു അഡൽട്ടായിട്ടുള്ള ഒരു 20-year-old 21-year-oldനോടോ മദ്യപിക്കരുതെന്നോ പറയാനായിട്ടുള്ള റൈറ്റ് ഇല്ല, അവകാശമില്ല. കാരണം അത് ലീഗലി അലൗഡാണ്. പക്ഷെ അവർക്ക് പോയി ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൾച്ചർ ഇവിടെ ഇല്ല. ഇവിടെ ഈവൻ ഇപ്പം നമ്മൾ ബാംഗ്ലൂരിലോ ഹൈദരാബാദിലോ അല്ലെങ്കിൽ എന്താണ് ബോംബെയിലോ ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം ഇത്രയും കൂടുതലല്ലാത്തത് എന്താണ്? അവിടെ ഓപ്ഷൻസ്, ഇവിടെ വൈൻ ഷോപ്പുകൾ പ്ലെന്റിയാണ്. അവിടെ ഒന്നും വൈൻ ഷോപ്പിൽ ഇങ്ങനെ ക്യൂ ഇല്ലാത്ത എന്താ? മെഡിക്കൽ സ്റ്റോർ പോലെ കിടക്കുമല്ലേ അവിടെ ഒന്നും. ആളുകൾ പോയി ഇങ്ങനെ നമ്മൾ ഈ സൈറ്റ്, ഈ വൃത്തികെട്ട സൈറ്റ്, ഇങ്ങനെ ആളുകൾ കിലോമീറ്ററോളം ക്യൂ നിൽക്കുന്നത് ഫോറിനേഴ്സിന് പോലും ഒരു അതിശയമാണ് അല്ലേ. അവരൊക്കെ അതിന്റെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. വൈ ആർ ദി സ്റ്റാൻഡിങ് എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ്, ബിക്കോസ് ഇറ്റ്സ് എ ബിവറേജ്. അപ്പം നമ്മൾ ഫ്രണ്ട്സ് ഇവിടെ ഇത്രയും കുടിയന്മാരുണ്ടോ? പ്രോബ്ലം അതല്ല, ഇവിടെ അത്രയും ഔട്ട്ലെറ്റ്സേ ഉള്ളൂ, അതും ഗവൺമെന്റ് ഔട്ട്ലെറ്റ്സ് ആണ്. ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയാം, ഇവിടുത്തെ പല ഗവൺമെന്റ് ഔട്ട്ലെറ്റ്സും മഹാവൃത്തികെട്ട ഔട്ട്ലെറ്റ്സ് ആണ്. ഒരുമാതിരി ജയിലിൽ കയറുന്ന പോലെ മറ്റേ കമ്പിയൊക്കെ ഇട്ടിട്ട് അതിലേക്കൂടെ, അതായത് അവിടെ പോയി നിൽക്കുന്ന കുറച്ചിലാണ് അല്ലേ. ബാംഗ്ലൂരിലൊക്കെ നമ്മൾ ലിക്കർ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റോർസ് ഒക്കെ കാണാം, വൈൻ ഷോപ്സ് ആർ ബിഗ് സൂപ്പർ മാർക്കറ്റ് പോലെയാണ്, സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. അപ്പോൾ ഒരു യങ്സ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ക്യൂവിൽ പോയി നിൽക്കുമ്പോൾ പോകുന്ന വരുന്ന അവൻ്റെ ഏതെങ്കിലും റിലേറ്റീവോ ഫ്രണ്ട്സോ കണ്ടാൽ തന്നെ പ്രോബ്ലം. ഇങ്ങനെയൊക്കെ തലയെ തോർത്തിട്ടൊക്കെയാണ് പോകുന്നത് അല്ലേ. അപ്പൊ ദ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിന്റെ അവൈലബിലിറ്റി ഇല്ലാതാവുന്നു. പ്ലസ് കോസ്റ്റ്.
ഇപ്പം ഒരു യങ്സ്റ്റർ ഇവിടെ ജോലി ചെയ്യുന്ന ഒരു യങ്സ്റ്ററും കോസ്മോപോളിറ്റൻ സിറ്റിയിൽ ജോലി, അവിടെ 1 ലക്ഷം രൂപ ശമ്പളമുള്ള ആൾക്ക് ഇവിടെ 30,000 രൂപ 40,000 രൂപ ഉള്ളൂ. പക്ഷേ അവൻ്റെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൻ്റെ പാർട്ടാണ് അവൻ ആഴ്ചയിൽ ഒരു കുപ്പി ലിക്കറോ അല്ലെങ്കിൽ ഒരു മാസം 2 ബോട്ടിലോ അങ്ങനെയൊക്കെ വരുമായിരിക്കാം. അതിന് ഇവിടെ കൊടുക്കേണ്ട കോസ്റ്റ് എത്രയാണ്? അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ഡബിൾ ഇവിടെ ടാക്സ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്. ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലിക്കറിന് ഏറ്റവും കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കോസ്റ്റല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലം ഇവിടെയാണ്. അതിലും വളരെ കുറച്ചാണ് ഇവർ. അതിൻ്റെ കൂടെ ബാറിന്റെ മുമ്പിൽ തന്നെ പോലീസുകാർ നിൽക്കും അല്ലേ? സത്യം. അല്ല ശരി, ഡ്രങ്കൺ ഡ്രൈവിംഗ് ഇസ് ഡെഫിനറ്റ്ലി പണിഷബിൾ ആണ്. ബട്ട് ദ പ്രോബ്ലം ഇസ് സ്കെയർസിറ്റിയുടെ പ്രോബ്ലം വരുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. ഇത് ഓപ്പൺ അപ്പ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ? ഒന്നുകിൽ നിങ്ങൾ പറയണം ലിക്കർ നിയമവിരുദ്ധമാണ്, ഇല്ലീഗലാക്കി. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്? ഏതോ കാലത്ത് അങ്ങനെ ഒരു നിയമം വന്നെന്ന് വെച്ചു. മേ ബി ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നത് എവിടെയാണ്? ഇപ്പം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കുടിയന്മാരുള്ളതെന്നുണ്ട് നമ്മൾ തന്നെ നമ്മളെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ ബെവറേജസ് കോർപ്പറേഷൻ ഇതിന് ഓരോ കുപ്പി പോകുന്നതിനും കണക്കുണ്ട്, ബാറിലും ഇതിലും. അതുകൊണ്ട് അതിന്റെ കറക്റ്റ് ഫിഗർ കിട്ടുന്നു. വേറൊരു മെട്രോയിലും അങ്ങനെ കറക്റ്റ് ഫിഗർ കിട്ടും. ബട്ട് ഇറ്റ് ടേക്സ് ടൈം ടു പ്രോസസ് അല്ലേ? ഓരോ വൈൻ ഷോപ്പിൽ എത്ര ബോട്ടിൽ പോയി, അത് പോയി, ഇത് പോയി. അപ്പം കേരളം അങ്ങനെ അപ്പം ഇവിടെ സ്കെയർസിറ്റി ഉണ്ട്, ഇവിടെ അതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനത്തിന് എനിക്ക് 500 രൂപ 600 രൂപ കൊടുത്ത ഒരു പാക്കറ്റ് കിട്ടും. അവർക്ക് ക്യൂയിലും നിൽക്കണ്ട, ഇത്രയും പൈസയില്ല. ഇത് ശരിയാണെന്നല്ല ഞാൻ പറയണേ. ഇതുണ്ടാവാൻ സാഹചര്യം എന്താണെന്ന് ഉള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ സിനിമാക്കാരുടെ ഇതിലേക്ക് വരുന്നത് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്ന സിന്തറ്റിക് ഡ്രഗിൻ്റെ കേരളത്തിലേക്കുള്ള അത് എവിടെ നിന്നാണ്, അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കട്ട് ചെയ്യുക എന്നുള്ളത് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ബിക്കോസ് ഐ ഓൾസോ ഹാവ് എ സൺ, ബിക്കോസ് ഐ എം ഓൾസോ വറീഡ്. ഞാൻ അവനെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കെയർഫുള്ളാണ്. അതിന് പകരം ഈ 1 ഗ്രാമോ 1 ഗ്രാം, എനിക്ക് അത്ര അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ ഇതുപോലും അറിയില്ല, എന്തോ ആ ഗ്രാം ഏതോ നമ്മുടെ ഒരു ഡയറക്ടറിൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു. അതിനെ ആഘോഷിക്കുക, അതിനെ സോഷ്യൽ മീഡിയ ആഘോഷിച്ച് അതിനെ ഇത് ചെയ്യുക. അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു ഗ്രാം കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞ് അതിനെ ഇതാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിയാലിറ്റിയിൽ നിന്നും മാറി ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, തെറ്റാണ്, നമ്മുടെ ലോയ്ക്ക് അഗെയിൻസ്റ്റ് ആണ്. സോ അതിനുള്ള പക്ഷെ അതുകൊണ്ട് ഇതെന്തിനാണ് സിനിമാക്കാരുടെ വേറെ ആരും ഇതൊന്നും ചെയ്യുന്നില്ല? അത് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രോബ്ലം കൊണ്ടാണ്. സിനിമാക്കാർ എത്രയോ കഞ്ചാവ് റിലേറ്റഡ് ആയിട്ടുള്ള എത്രയോ കേസുകൾ ഓരോ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നോക്കൂ. നമ്മുടെ ഈ സിനിമാക്കാരുടെ പേരിൽ വരുന്ന 1 ഗ്രാം കഞ്ചാവോ 1.5 ഗ്രാം കഞ്ചാവിന്റെ പേരിൽ അന്ന് തന്നെ അതേ പോലീസ് സ്റ്റേഷനിൽ എത്ര MDMA കേസസ് പിടിച്ചിട്ടുണ്ടാവും? But the news value is correct. This for sure. അതെ ന്യൂസ് വാല്യൂസ് ഓഫ് ദറ്റ് 1.5. അവിടെ ചിലപ്പോൾ 5 ഗ്രാം MDMA അല്ലെങ്കിൽ എന്തെങ്കിലും സിന്തറ്റിക് ഡ്രഗ് പിടിച്ചതൊന്നും ന്യൂസ് ആവുന്നില്ല. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് വളരെ ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഇൻഡസ്ട്രി ഒന്നാമത് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് വരുന്നില്ല. പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ കണക്ക് ഒരു ഭാഗത്ത്, വേറെ ഇല്ലീഗൽ പരിപാടികൾ നടക്കുന്നു എന്ന് പറയുന്ന എല്ലാം മലയാളം അത്രയും ശ്രദ്ധിക്കപ്പെടുന്ന നല്ല കണ്ടന്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണെങ്കിൽ ഇവിടെ നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ന്യൂസായി ഇന്ത്യ മൊത്തം പോകുന്നുണ്ട്. അതിന് ടാബ്ലോയിഡ്സ് ഉണ്ട് ഇവിടെ. ആ ടാബ്ലോയിഡ്സ് ഹിന്ദിയിൽ അത് അവരുടെ ചില അജണ്ടയുടെ ഭാഗമായിട്ട് അത് ഇവിടെ നടക്കുന്ന ചില ആൾക്കാരിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, ചില ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടാബ്ലോയിഡ്സ് ഉണ്ട് യെല്ലോ ജേർണലിസത്തിന്റെ ഭാഗമായിട്ട്. അവരത് ഹിന്ദിയിലും കന്നഡത്തിലും ടൈപ്പ് ചെയ്ത് ചാനൽസിന് കൊടുക്കും. ഒരാളെ അവസാനിപ്പിക്കുക എന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ ആരാന്ന് പറയേണ്ട കാര്യമില്ല. അവരെത്തിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അപ്പം നമ്മുടെ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ റോങ് ആക്കുക എന്നുള്ളതല്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം വരുന്ന ന്യൂസ് പോലും ഈ ഒരു കഞ്ചാവ് പിടിച്ചു എന്നുള്ള ന്യൂസ് ആയിട്ടല്ല ബോംബെയിൽ പോകുന്നത്. ഇന്ന സിനിമയുടെ ഡയറക്ടർ കോട്ട് വിത്ത് ഡ്രഗ്സ് ഓർ കോട്ട് വിത്ത് ഇല്ലീഗൽ സബ്സ്റ്റൻസ്. വാട്ട് ഈസ് ദറ്റ് ഇല്ലീഗൽ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു പോകുന്ന ന്യൂസിൽ ഉണ്ടാവില്ല.
വ്യക്തത വ്യക്തത കാണില്ല. അതാണ്. അതുകൊണ്ട് പുള്ളി ഗോ ത്രൂ ഈ സോഷ്യൽ ഇതിലും പുള്ളി ഗോ ത്രൂ ചെയ്യുന്ന ട്രോമയും ഒന്നും ആർക്കും പ്രസക്തമല്ല. ശരി, അതിനൊരു വേറൊരു സൈഡ് ഉണ്ടാവാം അല്ലേ? അവിടെ പോയിരിക്കാം. ഇപ്പം വേടൻ എന്ന് പറയുന്ന മ്യൂസീഷ്യൻ, എനിക്ക് അയാളെ അറിയില്ല, എനിക്ക് പേഴ്സണലി അയാളെ അറിയില്ല. 8 പേരുമായിട്ടാണ് അയാൾ അവിടെ ഉണ്ടായിരുന്നത്. അതിന് മുമ്പുള്ള ഫങ്ഷൻസിൽ പോലും അയാൾ വളരെ ആത്മാർത്ഥമായിട്ട് മക്കളെ നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. കഴിഞ്ഞ ഇതിലും ഞാൻ കണ്ടു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ആ തെറ്റെന്താണ്? അയാൾ അവിടെ പോയതാണോ? അതിൽ ഇനി ആ 8 പേരിൽ വേറെ ആരെങ്കിലും ആണോ ഉപയോഗിച്ചത്? അപ്പം എനിക്ക് പോലീസുകാരുടെ കാര്യത്തിൽ സങ്കടമുണ്ട്. കാരണം എത്ര ബിക്കോസ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആക്ച്വലി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അവർക്ക് ഡേ എന്നില്ല, നൈറ്റ് എന്നില്ല, 24 hours. ഒരു കേസ് ആരെങ്കിലും കൊണ്ട് കൊടുത്ത്, എനിക്ക് ഒരുപാട് പോലീസിൽ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഒരു കേസ് നമുക്കിപ്പം ഒരാളോട് വൈരാഗ്യമുണ്ട്, ഒരാളോട് ദേഷ്യമുണ്ട്, എന്തെങ്കിലും ഒന്ന് ഒരു കേസ് കൊണ്ട് കൊടുക്കും. ഈ കേസിന്റെ പുറകെ ഒരു ഗ്രൂപ്പ് ഓഫ് പോലീസുകാർ കഷ്ടപ്പെടുന്ന, അവർക്കതിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നാളെ ഇവർ തമ്മിൽ സോർട്ടായി പോകും. പക്ഷെ അവര് അതിന്റെ പുറകെ എന്തെല്ലാം ചെയ്യണമെന്നറിയാം. ഈ പാവങ്ങൾ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെ അറിയുന്നത് അതിന് വൈരാഗ്യത്തിന്റെ പുറത്ത് അത് ഞങ്ങൾ സോർട്ടായി. അവസാനം ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നു എന്ന് പറയുന്ന ആൾക്ക് ചിലപ്പോൾ അയാളോടൊരു വൈരാഗ്യം ഉണ്ടോ? എന്താ നമുക്കറിയില്ലല്ലോ. സോ നമ്മൾ ആ അതർ സൈഡ് കേൾക്കുന്നവരെ ഇത് ചെയ്തു. അതേപോലെ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ഈ 1.5 ഗ്രാം കഞ്ചാവ് 1 ഗ്രാം കഞ്ചാവിൻ്റെ പുറകെ പോവാതെ ഹോൾ തിങ് ഇസ്, ഇത് നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന സിന്തറ്റിക് ഡ്രഗ്, അത് എവിടെ നിന്ന് വരുന്നു, അത് എങ്ങനെ വരുന്നു, ഈ റൂട്ട് ആദ്യം ബ്രേക്ക് ചെയ്യുക. ഇത് നമ്മളെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും ഗവൺമെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഈസി ആയിട്ട് അത് കട്ട് ചെയ്യുക. അതുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ സിനിമാക്കാരുടെ പുറകെയിലുള്ള ഈ 1 ഗ്രാം കഞ്ചാവ് കേസുകളെ ഹൈലൈറ്റ് ചെയ്തിട്ട് മറ്റുള്ള കേസ് വലിയ തിമിംഗലങ്ങളെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നത് നിർത്തിയിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ എല്ലാം കൂടി ഇതിനൊരു പോസിറ്റീവ് അജണ്ടയായിട്ട് എടുത്തത് തീർക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. And cut the roots also. Cut the roots. Yeah. Rather than going ഈ കഞ്ചാവ് എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ ഇവിടെ തന്നെ ഗ്രോ ചെയ്യുന്ന സാധനമാണ്. അത് അത്രയും ഹാംഫുൾ അല്ല എന്ന് വെച്ചാൽ ഞാൻ പറയാൻ തെറ്റാണെന്ന് പറഞ്ഞ് അതിനെ ഇത് ചെയ്യുന്നത്. ഞാൻ കഞ്ചാവൊന്നും ഞാൻ വലിക്കത്തില്ല, എനിക്കത് അപ്പം എനിക്ക് സൂട്ടഡും അല്ല. സൂട്ടഡ് ആണെങ്കിൽ അത് ഇവിടെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ പുറകെ പോവാതെ സിന്തറ്റിക് ഡ്രഗ് എവിടെ നിന്ന് വരുന്നു അത് നിർത്തലാക്കുക, അതിനു വേണ്ടുള്ള സ്റ്റെപ്സ് എടുക്കുക. അല്ലാതെ അനാവശ്യമായ ഈ മീഡിയ സാധനം അറ്റൻഷൻ ഇതിലേക്ക് പോയി ഒരു കുറച്ച് യങ്സ്റ്റേഴ്സിനെ ഡിപ്രഷനിലാക്കുക അല്ലാതെ ഇതിനകത്ത് കൂടുതലൊന്നും. ഓക്കെ, റിജക്റ്റ് ചെയ്തതിൽ ഖേദിക്കുന്ന ഒരു ചിത്രം മേ ബി ഒന്ന് ആക്ടിങ് വൈസ് ആവാം, 2 ആ ഫിലിം നമുക്ക് വന്നു. അല്ല, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. എനിക്ക് വിഷമമുള്ളൊരു സിനിമ ജയ 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 ഹേ ജയ ഹേ ഓൾറെഡി പറഞ്ഞു. ബിക്കോസ് അതിനും അല്ലാതുള്ള സിനിമകളും പല കാരണങ്ങൾ കൊണ്ട് മാറി ഹിറ്റായിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. പക്ഷെ ജയ 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 ഹേ എന്ന് പറഞ്ഞാൽ വിപിനും ഞാനും അല്ലാതെ ഒരു ബന്ധമുണ്ട്. ഞാൻ ലോഞ്ച് ചെയ്ത ആളാണ്. വിപിൻ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നും ഒരുപാട് ഹാർഡ് ചെയ്ത് മേളിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ അന്ന് സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റിയില്ല, അത് വർക്കായി. എനിക്ക് ആ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. ദാറ്റ്സ് വൺ ഫിലിം വിച്ച് ഐ റിഗ്രറ്റ്. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് സഹിക്കേണ്ടി വന്ന അല്ലെ നേരിടേണ്ടി വന്ന ഒരു ആക്ടർ അല്ലെ ഒരു ആക്ട്രസ് ഏറ്റവും മോശമായ ഒരു ശീലം, പേരൊന്നും പറയണ്ട, ബട്ട് ഐ ഡോണ്ട് വോണ്ട് ദിസ് ഇൻ മൈ സെറ്റ് എന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംതിങ് അത് വളരെ ഡിസപ്പോയിന്റിങ്. ഞാൻ ഒരു ആക്ടർ ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ആക്ടർ എന്നുള്ള ഫിലിം കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള എൻ്റെ ഒരു നോർമൽ പ്രൊഡ്യൂസറിനോട് ബിഹേവ് ചെയ്യുന്ന പോലെ എന്നോട് ബിഹേവ് ചെയ്യാറില്ല. ബിക്കോസ് കൂടുതലും എൻ്റെ സിനിമകളിൽ അഭിനയിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു ആക്ട്രസസ് പ്രോബ്ലം നമ്മുടെ സെറ്റിൽ വളരെ റെയറായിട്ട്, നമുക്ക് മോസ്റ്റ്ലി എവ്രി വൺ ആർ ഫ്രണ്ട്സ്. അല്ലാതെ നമുക്ക് ഇന്ന് അയാൾ സെറ്റിൽ നിന്നും പോയി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്, ചിലപ്പം ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരിക്കാം, അവിടെ ആയിരിക്കാം, ഇതായിരിക്കാം. അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ആക്ടേഴ്സ് നമ്മുടെ സിനിമയിൽ വരുന്നവർ ആ സിനിമയ്ക്ക് മുമ്പ്
ഇപ്പൊ ഈവൻ എൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടർ ആണെങ്കിലും പേഴ്സണലി അവരെ നേരത്തെ അറിയാം, അവരുടെ ഫാമിലി അറിയാമായിരിക്കും. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻസ് അല്ലാതെ തന്നെ നടക്കും. അതുകൊണ്ട് ഇപ്പം നാളെ ലേറ്റ് ആവുകയാണെങ്കിലും എന്നെ വിളിച്ചിട്ട് ഡാർലിംഗ് ഞാൻ നാളെ 1 മണിക്കൂർ ലേറ്റ് ആയിട്ടുള്ള വരൂ എന്ന് പറയാനുള്ള ഫ്രീഡം മോസ്റ്റ്ലി 80-90% ഓഫ് ദ ആക്ടേഴ്സ് ഹാവ്. ഓക്കെ. ചില ആക്ടേഴ്സ് ഇപ്പം ചിലപ്പോൾ ആട് 2-ല് ഏതോ സിനിമയിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ആക്ടർ ഡ്രിങ്ക് ചെയ്തിട്ട് ഉറങ്ങിപ്പോയിട്ടാ ഡോസ്റ്റ് ഔട്ട് ആയി മോർണിംഗ്. ബിക്കോസ് പുള്ളി എന്തോ ഫാമിലി ടെൻഷനും ഒക്കെ ആയിട്ട് കഥവ് തുറക്കണില്ല. അന്ന് വെരി ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആണ്, പക്ഷേ അന്ന് ആ സിനിമ ആ സീൻ വേണമെങ്കിൽ പുള്ളി വേണം, കണ്ടിന്യൂറ്റി അല്ലേ, മാറ്റാൻ പറ്റില്ല. കഥവ് തുറക്കുന്നില്ല. അപ്പം നമ്മൾ പേടിച്ചു വേണം. ഒന്ന് ഈ ആടിൽ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഹോട്ടൽ 1 മണിക്കൂർ അപ്പുറത്താണ്. അപ്പം നമുക്ക് എല്ലാവരും രാവിലെ പുള്ളി എത്തിയെത്തുന്ന പറഞ്ഞിട്ട് കഥ തുറങ്ങില്ല. പിന്നെ അപ്പം ആ സീൻ അവിടെ നിന്ന് പോവാണ്. പുള്ളി പ്രോബ്ലം പുള്ളി അങ്ങനെ കുടിക്കുന്ന ആളൊന്നുമല്ല, പുള്ളിക്ക് ആൽക്കഹോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാഞ്ഞതാണ്. എന്തോ ടെൻഷനിൽ കഴിച്ചു ലേറ്റായി ഫോണിൽ സംസാരിച്ചിരുന്ന് ഉറങ്ങി. നമ്മൾ പേടിയും കൂടെ ആവണല്ലോ. പോയി അവിടെ ബാൽക്കണിയിൽ നിന്നൊക്കെ കയറി വന്നു. പിന്നെ കുറെ മാപ്പ് പറഞ്ഞു വന്നു, എന്നെ മറ്റേ അടുത്ത സിനിമയിൽ നിന്ന് മാറ്റരുത് എന്ന് പറഞ്ഞു പുള്ളി. പക്ഷെ ഇതുകൊണ്ട് പുള്ളി മദ്യപാനം തന്നെ വിട്ടു. അങ്ങനെയുണ്ട്. അതൊരു നല്ല കാര്യം. അത് നല്ലൊരു കാര്യമാണ്. ആ ഒരു കാര്യം കൊണ്ട് അതങ്ങ് തറയങ്ങ് മാറ്റി കിട്ടിയല്ലോ അല്ലേ? ഓക്കെ. ഒരു ഷൂട്ടിംഗ് സ്ട്രെസ് നിങ്ങളെ ഒരു ആനിമൽ ആക്കി മാറ്റുവാണെങ്കിൽ ഏത് ആനിമൽ ആയിരിക്കും? ഐ ഓൾവേസ് like to be the king, so lion. Wow, the roaring lion. കുറക്കണ്ടല്ലോ ഇനി എന്തായാലും ഒരു ചോദ്യമല്ലേ, വെറുതെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പല ആവശ്യമില്ലല്ലോ. പെറ്റ് ലവർ ആണോ? ആക്ച്വലി പെറ്റ് ലവർ ആയതാ വാലാട്ടിക്ക് ശേഷം. എനിക്ക് പെറ്റ്സിനെ ഇഷ്ടമല്ലായിരുന്നു. അപ്പം എനിക്ക് ഡോഗ്സിനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പിടിക്കാനൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു അല്ലേ? വാലാട്ടിക്ക് ശേഷം ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്തു. സിനിമയിലെ ഏറ്റവും സമാധാനപരമായ ഒരു ജോലി തിരഞ്ഞെടുക്കുക ഒരു അവസരം കിട്ടിയാൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? സൂപ്പർ സ്റ്റാർ. പഴയ രാജാക്കന്മാരാണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ. എല്ലാം വളരെ സമാധാനമാണ്. അത് ഏത് ഇൻഡസ്ട്രിയിലാണ്, സൂപ്പർ സ്റ്റാർ ഏത് ഇൻഡസ്ട്രിയിലാണ് എന്ന് വെച്ചാൽ അവർക്ക് ടെൻഷൻ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുമ്പോൾ ഷാറൂഖ് ഖാന് ടെൻഷൻ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഷാറൂഖ് ഖാൻ്റെതായ ടെൻഷൻസ് ഉണ്ടാവും, അമീർ ഖാന് ടെൻഷൻ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പം ഏത് ഇൻഡസ്ട്രിയിലാണ് ഏത് ജോലിക്കും അതിൻ്റെതായ ഇത് ഉണ്ടാവാം. ബട്ട് ഇഫ് യു ആസ്ക് മീ, ഏറ്റവും പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് യു അച്ചീവ്ഡ് എ സ്റ്റാർഡം, എവറിത്തിങ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്, എവറിത്തിങ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. എക്സാക്ട്ലി. ഐ മീൻ നമ്മൾ പോലെ ആസ് എ പ്രൊഡ്യൂസർ പോലും നമ്മൾ ആക്ടർ പറയുന്ന തീർച്ചയായിട്ടും അതിനകത്ത് എന്താ അവരുടെ ഹാർഡ് വർക്കിലൂടെ അവിടെ കയറി വന്ന് ആ റീച്ചിൽ പൊസിഷനിലെത്തി. ഓക്കെ, വാട്ട് യു വാണ്ട് ടു ബിക്കം എന്ന് ചോദിച്ചാൽ superstar, I can still produce. You can choose and you can still produce. Yeah. Both. Yeah. Multi. Okay. ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി സെറ്റില് കണ്ട ഒരു തർക്കം. തർക്കങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവാം. ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ തർക്കിക്കും. അതായത് എൻ്റെ സെറ്റിൽ അത്യാവശ്യം നല്ല ഐ എം എ ഫുഡി. ഞാൻ പെട്ടെന്ന് മിന്നൽ പര്യടനമൊക്കെ നടത്തും മെസ്സിൽ. മിന്നൽ പര്യടനം. അപ്പം മീൻകറിയിൽ മീനില്ല എന്ന് പറഞ്ഞിട്ട് ചർച്ച ഉണ്ടായി. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് എന്താണ് ഇതിനകത്ത് മീൻ കാണുന്നില്ലല്ലോ, മീൻ പൊരിച്ചു വെച്ചിട്ടുണ്ട്, മീൻ കറിയിൽ അത് മീൻ കറിക്കകത്ത് മീനിട്ടാൽ ചിലപ്പോൾ കുഴഞ്ഞു മറിഞ്ഞേക്കും. അങ്ങനെ കുഴഞ്ഞോട്ടെ, കുഴപ്പമില്ലെന്ന്. ആ ഫുഡ് ഇസ് റിയലി ഗുഡ്. അപ്പം ഞങ്ങളുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു സ്പ്രെഡാണ് ഉണ്ടാവുക എന്ന് വെച്ചിട്ട് എല്ലാവരും കഴിക്കുന്നല്ല. അതായത് ചിലവർക്ക് ചിക്കൻ ഇഷ്ടമല്ലായിരിക്കും, ചിലവർക്ക് വെജ് മതിയായിരിക്കും, ചിലവർക്ക് ഫിഷ് ആയിരിക്കും, ചിലവർ മീറ്റ് കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു 120-130 പേരുടെ സെറ്റിൽ നമ്മൾ പലതരം ഫുഡുകൾ വെക്കാറുണ്ട്. ഞാൻ ബീഫ് ചിലപ്പോൾ കഴിച്ചെന്ന് വരില്ല, ഞാൻ പോർക്ക് കഴിക്കില്ല, എനിക്ക് വൈറ്റ് മീറ്റും അല്ലെങ്കിൽ കുറച്ച് ഫിഷ് കറിയും ആയിരിക്കും ഇഷ്ടം. എന്ന് വെച്ചാൽ അടുത്ത ആൾക്ക് ചിലപ്പോൾ ഫിഷ് അലർജി ഉള്ളവരുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പം നമ്മൾക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ ഇതാ വെക്കണമെന്ന് പറഞ്ഞാൽ അത് കൊണ്ട് വെക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല.
സോ അവർ സ്പ്രെഡ്. അപ്പോൾ ഒരാൾ വന്ന് നോക്കുമ്പോൾ ഇത്രയും ഫുഡോ ഇതൊക്കെ ഇങ്ങനെയാണോ നിങ്ങൾ? അതല്ല കാരണം. ആ സെറ്റില് പല വീടുകളിൽ നിന്നും വരുന്ന പല ഹാബിറ്റ്സ് ഉള്ള പല ആൾക്കാരുണ്ടാവും. അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാക്സിമം നല്ല ഫുഡ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഫിഷ് കറിയിൽ ഫിഷ് ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫിഷ് കറി കഴിക്കുന്നവർ മാത്രം ഉണ്ടാവും, ഫിഷ് ഓയിൽ കഴിക്കുന്നില്ലായിരിക്കാം, ഇല്ലേ? അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഫുഡ് ആർഗ്യുമെന്റ്സ്